നമസ്കാരം. പരമശിവനും വരാഹിദേവിയുമായി ബന്ധപ്പെട്ട തൊടുകുറിയാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. ഏവരും ഈ തന്നിരിക്കുന്നതായ 2 ദേവതാ ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ദേവതകളുടെ അനുഗ്രഹത്താൽ സംഭവിക്കാൻ പോകുന്ന ചില പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിന് മുന്നോടിയായി ഓം നമഃശിവായ എന്നോ വജ്രഘോഷമെന്നോ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ ചിത്രമായ പരമശിവനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാണ്. ആയുരാരോഗ്യം നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. ആരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി തീരും. ഈശ്വരാധീനം വർദ്ധിക്കുന്നതായ സാഹചര്യം തന്നെയാണ് ഉള്ളത്. അഥവാ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ചിരിക്കുന്നതായ സാഹചര്യമുണ്ട്. അതിനാൽ പല കാര്യങ്ങളും ജീവിതത്തിൽ അനുകൂലമായി തീരുന്ന സാഹചര്യമാണ് ഉള്ളത്. ആഗ്രഹിച്ചതായ കാര്യങ്ങൾ നടക്കും. എന്നിരുന്നാലും അല്പം വൈകുവാനുള്ള സാധ്യതകളുണ്ട്. അല്പം വൈകിയാലും കാര്യങ്ങൾ നടക്കും എന്ന് തന്നെ പരാമർശിക്കാം. ശാരീരികമായും മാനസികപരമായും ആഗ്രഹങ്ങൾ നടത്തുവാൻ സാധിക്കുന്നതായ സാഹചര്യം തന്നെയാണ് ഉള്ളത്. അതിനാൽ ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ അതിൽ പരാജയപ്പെടാനുള്ള സാധ്യത തുലോം കുറവാണ് എന്ന കാര്യവും പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് മടിയുണ്ട്, അല്ലെങ്കിൽ പിന്നീട് ചെയ്യാം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിപ്പോകുന്നു എന്നതാണ് വാസ്തവം. അത് നിങ്ങൾക്ക് ശുഭകരമായി ഭവിക്കില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. കാരണം തീർച്ചയായും നിങ്ങൾ ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. അലസത ജീവിതത്തിൽ നിന്നും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. ക്ഷീണം നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കും. ഊർജ്ജസ്വലതയോടെ തന്നെ പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ, സാഹചര്യങ്ങൾ നിങ്ങൾക്ക് വന്ന് ചേരുന്നതായ സാഹചര്യമാണ് ഉണ്ടാവുക. പല കാര്യങ്ങളിലും മനസമാധാനം നഷ്ടപ്പെട്ടതായ സാഹചര്യം നിങ്ങൾക്കുണ്ട്. അല്ലെങ്കിൽ പല കാര്യങ്ങളും ചിന്തിക്കുന്നതിനാൽ നിങ്ങൾക്ക് മനസമാധാനമില്ല. കാര്യങ്ങൾ എപ്രകാരം മുന്നോട്ട് കൊണ്ടുപോകും, അല്ലെങ്കിൽ പലവിധ ടെൻഷനുകൾ നിങ്ങൾക്കുണ്ട് എന്നതും വാസ്തവമാണ്. എന്നാൽ അല്പം ആശ്വാസം ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഏകാഗ്രത വർദ്ധിപ്പിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. ഏകാഗ്രതയോടെ പ്രവർത്തിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യമാണ് ഉണ്ടാവുക. നിങ്ങൾക്ക് കഴിവുണ്ട് എങ്കിൽ പോലും അത് ശരിയായ രീതിയിൽ നിങ്ങൾക്ക് വിനിയോഗിക്കുവാൻ സാധിക്കുന്നില്ല എന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമാകുന്നു. ഇപ്രകാരം ശ്രദ്ധയോടെ മുന്നോട്ട് പോകുന്നതിലൂടെ മാത്രമേ വിജയങ്ങൾ നിങ്ങൾക്ക് കരസ്ഥമാക്കുവാൻ സാധിക്കൂ എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. വിവേകത്താൽ തീർച്ചയായും നിങ്ങൾക്ക് പല കാര്യങ്ങളും അനുകൂലമാക്കി മാറ്റുവാൻ സാധിക്കും. വിവേകത്തോടെ പെരുമാറുന്നതിനാലും സംസാരം അത്തരത്തിലായതിനാൽ തന്നെ പല രീതിയിലുള്ള നേട്ടങ്ങൾ, ഉയർച്ച നിങ്ങൾക്ക് വന്നു ചേരാം. തൊഴിലുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾക്കുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത് എന്ന കാര്യവും പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. സമ്പാദ്യശീലം വർദ്ധിപ്പിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യമുണ്ട്. അഥവാ ധനം കൈകളിലേക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു. ധനപരമായ ചില നേട്ടങ്ങൾ വന്നു ചേരാവുന്നതുമാണ്. വിചാരിക്കാതെ തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീർക്കുവാൻ അല്ലെങ്കിൽ അനുകൂലമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. സുഖവും ദുഃഖവും മാറിമറിഞ്ഞ് വരുന്നതായ സാഹചര്യമാണ് ഉള്ളത്. അതിനാൽ തന്നെ നിങ്ങൾ അമിതമായി ദുഃഖിക്കുവാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. കാരണം സുഖദുഃഖങ്ങൾ മാറിമറിഞ്ഞ് വരുന്നതാകുന്നു. അതിനാൽ സുഖകരമായ ചില കാര്യങ്ങൾ, സന്തോഷകരമായ ചില നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു. കുറുക്കു വഴിയിലൂടെ പോകുവാനുള്ള സാധ്യതകൾ നിങ്ങൾക്ക് അല്പം കൂടുതലാണ്. അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി നിങ്ങൾ മുന്നോട്ട് പോയാൽ മാത്രമേ
ശരിയായ രീതിയിലുള്ള വിജയങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കൂ. മുൻകരുതലുകൾ പല കാര്യങ്ങളിലും എടുക്കേണ്ടത് അനിവാര്യമാകുന്നു. അത്തരത്തിൽ എടുത്ത് മുന്നോട്ട് പോകുന്നതിലൂടെ പല ദോഷകരമായ കാര്യങ്ങളെയും തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. ശരിയായ പാത മാത്രം തിരഞ്ഞെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അത്തരത്തിൽ ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരും. ചിലത് തെറ്റാണ് എന്ന ബോധ്യം നിങ്ങൾക്ക് മനസ്സിൽ തന്നെ തോന്നുന്നതാണ്. ഇത് ഭഗവാന്റെ അനുഗ്രഹത്താൽ, സാക്ഷാൽ പരമശിവന്റെ അനുഗ്രഹത്താൽ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതായ കാര്യങ്ങളാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. നിങ്ങൾ തീർച്ചയായും ഭഗവാനെ ആരാധിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ ഭാവിയിലാണ് എങ്കിലും പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. രണ്ടാമത്തെ ചിത്രമായ വരാഹി ദേവിയെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. അഭീഷ്ട കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. ആഗ്രഹിച്ചതായ കാര്യങ്ങൾ പലതും ജീവിതത്തിലുണ്ട്. അതിൽ ചിലത് നടക്കാനുള്ള സാധ്യതകൾ തുലോം കൂടുതലായ സമയമാകുന്നു. ആഡംബരപരമായി തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വന്നു ചേരുവാൻ സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു. അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കുന്നതായ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. അത്തരത്തിൽ ചില കാര്യങ്ങൾ പ്രധാനമായും പ്രതീക്ഷിക്കാതെ അഥവാ അപ്രതീക്ഷിതമായി സംഭവിക്കുന്നതാകുന്നു. നിരാശ പല കാര്യങ്ങളിലും നിങ്ങൾക്കുണ്ട്. എന്ത് ചെയ്യണം എന്നറിയാത്തതായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുകയോ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ അത്തരത്തിൽ നിങ്ങളുടെ മനസ്സിൽ വിഷമങ്ങൾ സൃഷ്ടിക്കുന്നു എന്നത് വാസ്തവമാണ്. എന്നാൽ അത്തരം കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മോചനം ലഭിക്കുകയോ അല്ലെങ്കിൽ നിരാശപ്പെട്ടതായ ആ കാര്യത്തിന് മുകളിലായുള്ള കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ ഭാവിയിൽ സാധിക്കുകയോ ചെയ്യാം. ആഡംബരപരമായി തന്നെ ജീവിതത്തിൽ ആഡംബരപൂർണമായ ചില കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ എന്ന് തന്നെ പരാമർശിക്കാം. അത്തരത്തിൽ ജീവിക്കുവാനുള്ള ചില ആഗ്രഹങ്ങൾ മനസ്സിലുണ്ട് എന്നതും വാസ്തവമാണ്. എന്നാൽ അത്തരം കാര്യങ്ങൾ ഉടനെ തന്നെ പ്രതീക്ഷിക്കുന്നതായ സമയത്ത് ലഭിക്കണം എന്നില്ല. എന്നാൽ കാലക്രമേണ അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതുമാണ്. കുടുംബത്തിന് വേണ്ടി വളരെയധികം കാര്യങ്ങൾ ചെയ്യുന്നതായ വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. കുടുംബത്തിന്റെ ഐശ്വര്യത്തിന്, ഉയർച്ചയ്ക്ക് വേണ്ടി മറ്റു ചില കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക. വിജയങ്ങൾ എപ്രകാരം നേടണം ഇതേക്കുറിച്ച് വ്യക്തമായ ധാരണ നിങ്ങൾക്ക് വന്നു ചേരാം. പണം സമ്പാദിക്കാനുള്ള അവസരങ്ങൾ, വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തുറന്ന് ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അത്തരം അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിച്ച് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാണ് എന്ന കാര്യവും ഓർക്കുക. ധനപരമായ ചില സഹായങ്ങൾ, പിന്തുണ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാകുന്നു. ധനപരമായ നേട്ടങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതുമാണ്. ഈശ്വരാധീനം നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അതിനാൽ തന്നെ പല കാര്യങ്ങളിലും നിങ്ങൾക്കത് പ്രകടമായി തീരും എന്ന കാര്യം ഓർക്കുക. ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ ഉണ്ട്. കൂടാതെ കപട സ്നേഹം നിങ്ങൾ തിരിച്ചറിയേണ്ടത് അനിവാര്യമാണ്. ചില വ്യക്തികൾ അവരുടെ ആവശ്യങ്ങൾക്കായി അല്ലെങ്കിൽ ധനപരമായ ചില നേട്ടങ്ങൾക്കായി അവർ നിങ്ങളെ സമീപിക്കുന്നതാകുന്നു. അതിനാൽ അവരുടെ ഉയർച്ചയ്ക്കായുള്ള ഇത്തരം കപടമായ സ്നേഹം നിങ്ങൾ തിരിച്ചറിയേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. അതല്ല എങ്കിൽ ഭാവിയിൽ അത് നഷ്ടങ്ങൾക്ക് കാരണമായി തീരും. ബന്ധുക്കളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അനുകൂലമാകുവാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ അത്തരം കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത തുലോം കുറവാണ് എന്ന കാര്യവും ഓർക്കുക. എന്നാൽ ബന്ധങ്ങളിൽ അല്പം കൂടി ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാതെ തന്നെ ചില കാര്യങ്ങൾ അനുകൂലമായി എന്ന് വരാം. ചില വ്യക്തികളുടെ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. പല കാര്യങ്ങളും നിങ്ങൾ വാക്ക് നൽകിയിട്ടുള്ളതാകുന്നു. എന്നാൽ ആ വാക്ക് പാലിക്കപ്പെടാനുള്ള സാധ്യതകൾക്കായി അല്ലെങ്കിൽ ആ വാക്ക്
പാലിക്കപ്പെടുവാനായി നിങ്ങൾ വളരെയധികം ശ്രമങ്ങൾ നടത്തി എന്ന് വരാം. എന്നാൽ അത് പൂർണ്ണമായും വിജയത്തിലെത്തണം എന്നില്ല. ചില സമയങ്ങളിൽ ഇത്തരം പരാജയങ്ങൾ സംഭവിക്കാവുന്നതാണ്. ഈ സമയം നിങ്ങൾക്ക് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കുകയോ മുന്നോട്ട് പോകേണ്ടതായ സാഹചര്യങ്ങളോ വന്നു ചേരാം. എന്നാൽ എടുത്തുചാട്ടം പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. എടുത്തുചാടി നിങ്ങൾ എടുക്കുന്നതായ തീരുമാനങ്ങൾ അത് നിങ്ങൾക്ക് തന്നെ ദോഷമായി ഭവിക്കും, അല്ലെങ്കിൽ വിനയായി തീരും. വരാഹി ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് ഉള്ളതാകുന്നു. അതിനാൽ മനക്കരുത്ത് നേടി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഏത് കാര്യവും ശ്രദ്ധയോടെ ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ്. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് പല കാര്യങ്ങളും ഏറ്റെടുക്കേണ്ടതായി വരികയും അതിൽ വിജയങ്ങൾ നേടുവാൻ സാധിച്ചു എന്ന് വരാം. തീർച്ചയായും ഈ സമയം നിങ്ങൾ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക. കാരണം വന്നു ചേരുന്നതായ അവസരങ്ങൾ അത് ശരിയായ രീതിയിൽ വിനിയോഗിച്ച് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാണ്.